ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാഡ് വൈബ്സ് നോട്ട് ചാനൽ. പൊതുവെ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും പല സിറ്റുവേഷനിലും പലരും ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് മറ്റുള്ളവരുടെ മുഖത്ത് കാണുന്ന ചിരി. ഫേക്ക് സ്മൈൽ ഉണ്ട്, റിയൽ സ്മൈൽ ഉണ്ട്. ചിലവർ ഈ പറഞ്ഞ മാതിരി ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ചിലവർ ഭയങ്കരമായിട്ട് ചിരിക്കും, ചിരിച്ച് ഇഗ്നോർ ചെയ്യും. ഓക്കെ, പറഞ്ഞു വരുന്നത് ആസിഫ് അലിയുടെ കാര്യം തന്നെയാണ്. നമുക്ക് രമേശ് നാരായണൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കേട്ടു. രമേശ് നാരായണൻ പറഞ്ഞു, ഈ പറഞ്ഞ മാതിരി ആസിഫ് അലി ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് ഇന്നൊന്നെല്ലാം കേട്ടു തുടങ്ങിയ സംഭവം ഇതിന് മുമ്പുള്ള ഒരു കംപ്ലൈന്റ് ആണ്. അപ്പോൾ പലരും പല സിറ്റുവേഷനിലും ഞാനടക്കം വാട്ട് എവർ ഇറ്റ് ഈസ്, ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് ഇറ്റ് ഗോ, സ്മൈൽ ഓൾവേസ് എന്ന് പറയുന്ന സംഭവം പറയുമ്പോൾ ഈവൻ എന്നോടും ആളുകൾ പലരും ചോദിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് അത് പറഞ്ഞാൽ മതി, പ്രശ്നം വരുമ്പോൾ എങ്ങനെ ചിരിക്കുക, ഇൻസൾട്ട് ആകുമ്പോൾ എങ്ങനെ ചിരിക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ ചിരിയുടെ ഒരു പവർ ഏറെക്കുറെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇൻസൾട്ട് ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ആസിഫ് അലിയെ പോലത്തെ ഒരാൾ, ഇത്രയും സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരാൾ, ഇത്രയും പവറിൽ നിൽക്കുന്ന ഒരാൾ, ഇത്രയും സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് കിട്ടിയ ഒരു മെസ്സേജ് ചെറുതല്ല. ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ ലോകം കണ്ടത് രണ്ട് രീതിയിലാണ്. ഒരാളെ വാനോളം പുകഴ്ത്തിയും ഒരാളെ വാനോളം താത്തി കെട്ടിയിട്ടുമാണ് സംസാരിച്ചത്. ബിക്കോസ് അവരുടെ ആക്ട്, അതായത് ഇങ്ങനെ ഒരു സംഭവം രമേശ് നാരായണന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് ആസിഫ് അലി ചിരിച്ചുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തത്. അപ്പം അദ്ദേഹം പറയുന്ന വളരെ ക്രിസ്റ്റൽ പവർഫുൾ വേർഡാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വശമൊന്ന്, അവരുടെ അവസ്ഥയൊന്നും അല്ലെങ്കിൽ അവരുടെ മനസ്സൊന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന വിഷയമുള്ളൂ ഇതെന്നുള്ളത്. അതായത് ഒന്ന്, അവിടെ ആ ഒരു ഐഡന്റിറ്റി, പേര് വിളിച്ചപ്പോൾ മാറിപ്പോയെന്നും അതിന്റെ ഒരു കൺഫ്യൂഷൻ സംഭവിച്ചതാണെന്നും ആ ഒരു സിറ്റുവേഷനെ ടോട്ടലി അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഒക്കെ ആസിഫ് അലി പറയുകയും, എന്റെ പ്രശ്നങ്ങളും എന്റെ വിഷമങ്ങളും അത് എന്റെ മാത്രമാണ്, ഹി ഡോണ്ട് വോണ്ട് ടു ഷെയർ ഓർ ഹി ഡോണ്ട് വോണ്ട് ടു എക്സ്പ്രസ് ടു ദ സൊസൈറ്റി എന്ന് പുള്ളി പറയുന്നുണ്ട്. അതേപോലെ ഇതിന്റെ ഇടയിൽ ആങ്കറായ അവർ പറയുന്നുണ്ട്, പേര് മാറ്റി വിളിച്ചെങ്കിൽ എന്നോടല്ലേ ദേഷ്യം തീർക്കേണ്ട, ആസിഫിനോട് അല്ലല്ലോ എന്നുള്ളത്. സോ അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയായിരുന്നില്ല ഇങ്ങനെയായിരുന്നില്ല എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ ഇവിടെ വരുന്നത് സിറ്റുവേഷൻസ് ആണ് മനുഷ്യരെ മനുഷ്യനാക്കുന്നെന്ന് പറയുന്നുണ്ട്. സിറ്റുവേഷൻസ് വരുമ്പോൾ മനുഷ്യന്റെ ആക്ട് ആണ് അവിടെ ശരിക്കും നമ്മൾ കേട്ടിട്ടില്ലേ, 99% ലൈഫിൽ വരുന്ന കാര്യങ്ങളെ 1% നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം പുള്ളിയെ സ്നേഹിക്കുന്നത്, ആസിഫ് അലിയെ സ്നേഹിക്കുന്ന ആളുകളോട് അദ്ദേഹം പറയുന്നത്, സ്റ്റോപ്പ് സ്പ്രെഡിങ് ഹെയ്റ്റ്സ്, ആ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും കാര്യങ്ങളൊന്നും തുടങ്ങേണ്ട ആവശ്യമില്ല, പുള്ളിക്ക് അതൊരു വിഷയവുമില്ല. അപ്പൊ ഇതിൽ വലിയൊരു മെസ്സേജ് ആണുള്ളത്. നമ്മുടെ ലൈഫിൽ പല രീതിയിൽ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ലൈക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്, റിയാക്ട് ചെയ്യാറുണ്ട്, ബന്ധങ്ങൾ കട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഇത്രയും വലിയൊരു പബ്ലിക് ഇതിൽ ഇത്രയും വിശാലമായ ഒരു സംഭവത്തെ ഇത്ര ലൈറ്റ് ആയിട്ട് എടുക്കാനായിട്ട് വളരെ ചുരുക്കം ആളുകൾക്കേ പറ്റുള്ളൂ. ആസിഫിനെ പോലത്തെ തോട്ടുള്ളവരൊക്കെ വളരെ കുറവായിരിക്കും. കാരണം ഒന്നാമത് ആസിഫിനെക്കാളും വളരെയധികം മൂത്തതാണ് ഈ വ്യക്തി. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വിസ്തരിച്ച് അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടായിരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ആ പ്രശ്നങ്ങളെ ഒന്ന് ലൈറ്റാക്കി കളയാനായിട്ട് എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മളടക്കം, അതായത് ഞാനടക്കം ആ ഒരു വീഡിയോയിൽ ആ ഒരു ആക്ടറിനെ ഒരു ആളും ആ ഒരു പോയിന്റ് നമ്മൾ സംസാരിച്ചു, ഹേറ്റ് സ്പ്രെഡ് ചെയ്തു, കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരാൾ പോലും ഇത്രയും ഏജ് ആയതല്ലേ, അയാളുടെ ഭാഗം കൂടി ചിന്തിക്കണം എന്നുള്ള രീതിയിൽ. അതിപ്പോ ഡെയിലി ലൈഫിലാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം പുള്ളി പറയുന്നത് പുള്ളിക്ക് അവാർഡ് കൊടുക്കേണ്ട കാര്യം പുള്ളി ചെയ്തു, പിന്നെ പുള്ളി അവിടെ നിന്ന് മാറി എന്നുള്ളതാണ്. അപ്പം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, പ്രശ്നങ്ങളെല്ലാം ഇവിടെ അവസാനിക്കട്ടെ, തെറ്റുപറ്റി. അപ്പം ഇതൊരു വലിയ മെസ്സേജാണ് മച്ചന്മാര്, സ്മൈൽ ഓൾവേസ്. നമ്മളിൽ എപ്പോഴും പോസിറ്റിവിറ്റി ആണ് വേണ്ടത്. പ്രശ്നം ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പം ഒരു എന്താ പറയാ, ബോക്സിംഗ് കോമ്പറ്റീഷന് പോകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പരാതി പറയാൻ പറ്റില്ല. ബിക്കോസ് ബോക്സിംഗിൽ ഉള്ളതാണ് ആ ഇടി എന്ന് പറയുന്ന സംഭവം. അതേപോലെ ലൈഫിൽ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു പവർ, ആ പ്രശ്നങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പവറും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു 10 കിലോന്റെ ഒരു സംഭവം കിട്ടി, അത് നിങ്ങൾക്ക് പൊക്കാൻ പറ്റുന്നില്ല.
അത് വിട്ടു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ 10 കിലോന്റെ സാധനം പൊക്കുമ്പം അതിനകത്ത് വരുന്ന ഒരു പവർ ഉണ്ട്. ആ ഒരു സംഭവം എനിക്ക് എടുത്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു മൈൻഡ്, അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് കച്ചി തുരുമ്പാണ്, അല്ലെങ്കിൽ മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് എടുക്കുന്ന ഒരു പവർ ഉണ്ട്. അപ്പം ലൈഫിൽ അങ്ങോട്ട് ഒന്നാമത് ഇപ്പം യൂണിവേഴ്സ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ എന്ത് വിചാരിക്കുന്നു അതേ നടക്കുള്ളൂ. യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ തരുന്ന ആളാണ്. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് തരുന്ന ആളാണ്. അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തരും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് തരും. അപ്പോൾ ആസിഫ് അലി പറഞ്ഞതിനോട് തന്നെ എനിക്ക് ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയൊരു സംഭവമാണ് സ്മൈൽ ഓൾവേസ്. കാരണം ചിരിയുടെ അത്രയും പവർഫുൾ ആയിട്ട് സംഭവം വേറെ ഒന്നുമില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് കാണിച്ചു അത് ഈസി അല്ല കേട്ടോ, ഒട്ടും ഈസി അല്ല. കാരണം ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പെട്ടെന്ന് അപ്സെറ്റ് ആവുന്ന ആൾക്കാരുണ്ടാവും, നെർവസ് ആവുന്ന ആൾക്കാരുണ്ടാവും, ഈഗോയിസ്റ്റിക് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവർക്കൊക്കെ ആസിഫ് അലി പറഞ്ഞ മാതിരി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അവസ്ഥ മനസ്സിലാക്കി നിൽക്കാവുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി അല്ല. പക്ഷെ ഈ ഒരു ഇൻസിഡന്റിൽ ഈ ഒരു ഇതില് ആ സ്മൈലിന്റെ പവർ എന്താന്നുള്ളത് പലർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. കാരണം ഇതുപോലെ ഇൻസൾട്ട് ഫേസ് ചെയ്തവരൊക്കെ ഉണ്ടാവാം, അതല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചിരിക്കുന്നവർ എപ്പോഴും ഹാപ്പി ആണെന്നൊന്നും അർത്ഥമില്ല. കാരണം അവർക്ക് ചിരിച്ച സ്മൈൽ മതി. ലൈഫാണ്, ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. സോ കുറെ മുഖം വീർപ്പിച്ചുന്നുണ്ടോ, കുറെ ടെൻഷൻ അടിച്ചിരുന്നുണ്ടോ, ഒന്നും നേടാനില്ല. ലൈഫ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ സമയം ഈ നിമിഷവും കടന്നു പോകുന്നു പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ആവുന്നതാണ്. അതിന് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന മാതിരി ബി സ്മൈൽ ഓൾവേസ്, ബി ഹാപ്പി ഓൾവേസ്, തിങ്ക് പോസിറ്റീവ്, ഇഗ്നോർ നെഗറ്റിവിറ്റി, സ്റ്റേ അവേ ഫ്രം ടോക്സിക് പീപ്പിൾ ആൻഡ് ടോക്സിക് തിങ്സ് ആൻഡ് ടോക്സിക് തോട്ട്സ്. അപ്പം അത് പലർക്കും ഒരുപക്ഷെ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ഇങ്ങനെയെന്ന് പറയും, പക്ഷെ പറയാനല്ല, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഈവൻ ഈ വീഡിയോ ചെയ്യുന്ന എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഐ എം ഫേസിങ് സോ മച്ച് ഓഫ് ഇഷ്യൂസ് ആൻഡ് ഐ എം സ്ട്രഗ്ലിംഗ് അ ലോട്ട്. ബട്ട് എവിടെയോ എന്തോ ഒരു ഹോപ്പ്, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല നല്ല മ്യൂസിക് കേൾക്കുക, ട്രാവൽ ചെയ്യുക, എപ്പോഴും മൈൻഡിൽ ഹോപ്പ്, അല്ലെങ്കിൽ എല്ലാം ശരിയാമെന്ന് വിചാരിക്കുക. ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു ഫിസിക്കൽ പോസിറ്റീവ് ഓറ ഉണ്ട് കണക്റ്റഡ് ടു ദ യൂണിവേഴ്സ്. അപ്പൊ ഒന്നും ശരിയാവില്ല, എങ്ങനെ നെഗറ്റീവ് അതേ നടക്കത്തുള്ളൂ. അതിലൊന്നും തെറ്റു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പ് ആൻഡ് ഡൗൺസ് കാര്യങ്ങളുണ്ടാവും. എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു മൈൻഡ്. അല്ലാതെ ഒരിക്കലും ഞാൻ അങ്ങനെ ആയിരുന്നില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഞാൻ അങ്ങനെ പോയതല്ലേ, ഞാൻ ഇങ്ങനെ വന്നാലേ, ഞാൻ അത്ര ഞാൻ എന്ന് പറഞ്ഞ് തിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാലത്തും ഒരിടത്തും ഒന്നും നേടാനും പറ്റത്തില്ല, സറണ്ടർ ആവാനും പറ്റത്തില്ല. ആൻഡ് ഞാൻ എന്ന ഭാവം അത് നമ്മളെ തന്നെ ഇല്ലാതാക്കും. ഓപ്പോസിറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻസ്. ഓക്കെ, ഇപ്പൊ ഇത് ഒരാൾ വന്നിട്ട് ആസിഫിന്റെ കവാലക്കുറ്റി നോക്കി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആസിഫ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്ന് ആസിഫ് ഒരിക്കലും എടുക്കില്ല. ആ സിറ്റുവേഷനിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരെങ്കിലും അതിനുള്ള പണി എടുക്കും. അത് ഏതൊരു മനുഷ്യനാണെങ്കിലും ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഓൾമോസ്റ്റ് കീപ്പ് ആൻഡ് കൂൾ ആൻഡ് ചിൽ ആൻഡ് കാം ആയിട്ട് തന്നെ പോവാൻ നോക്കുക. പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം പേടിച്ചോടുന്നവർക്ക് ഒളിക്കാൻ കാടില്ല. ഇത് ലൈഫ് എന്ന് പറഞ്ഞ ജീവിതമാണ്. മനസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എവിടെയാണോ അവിടേക്ക് നമ്മൾ എത്തിയേ പറ്റൂ. തിരിഞ്ഞു ഓടാനോ ഒരിടത്ത് സ്റ്റക്കപ്പ് ആവാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഉണ്ട്, ഇപ്പൊ ഈ എന്നെ കേൾക്കുന്നവർക്ക് ഉണ്ട്, ആ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ആവട്ടെ. നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. ബി ഹോണസ്റ്റ് ഓൾവേസ് ആൻഡ് ബി ഹോപ്പ്ഫുൾ, ബി പോസിറ്റീവ്, ചിൽ ആൻഡ് കൂൾ ആയിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ലൈഫുള്ളൂ. സെക്കൻഡ് ചാൻസ്, സെക്കൻഡ് ലൈഫ് സംഭവങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ജേർണി നമ്മളിങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് മാത്രം പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ താത്തിക്കിട്ടി സംസാരിക്കുമ്പോൾ നമ്മളെ തന്നെയാണ് എഫക്റ്റ് ആവുന്നത്. ലൈക്ക് നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ട്, തോട്ട് പ്രോസസ് ഉണ്ട്, നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ലൈക്ക് കട്ട് ഓഫ് ചെയ്യുക നമ്മളുടെ തോട്ട്സിനെ, അല്ലെങ്കിൽ നമ്മുടെ സ്മൈലിനെ, നമ്മുടെ ബ്രെത്തിനെ, അതേപോലെ നമ്മുടെ കാര്യങ്ങളെ സ്റ്റോപ്പ് ആക്കുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ആക്കുക. ആൻഡ് ഏറെക്കുറെ ചിലപ്പോൾ ചില ആളുകൾ ചതിക്കും, ചില ആളുകൾ ചിലപ്പോൾ മോശമായ രീതിയിൽ സംസാരിക്കും, ബാക്കിൽ നിന്ന് കുത്തും. ഓക്കെ, ഫൈൻ, താങ്ക് യു സോ മച്ച്, ജസ്റ്റ് മൂവ് ഓൺ. ചിരിച്ചങ്ങ് മാറിയേക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിയാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സംഭവം. വേറൊരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചിരിയാണ്. ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ഒന്ന് മുഖം വീർപ്പിച്ചിരിക്കുക, ഈ പറഞ്ഞ മാതിരി കുറെ മസിൽ പവർ കാണിക്കുക. ഇപ്പോൾ അതുകൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. നമ്മുടെ ഭാഗം എപ്പോഴും സെൽഫ് ലവ്, സെൽഫ് കെയർ എന്ന് പറയുന്നത് തന്നെ എപ്പോഴും കൂൾ ആൻഡ് ചില്ലായിട്ടിരുന്ന സ്മൈൽ ഫേസോട് കൂടി തന്നെ ഇരിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ചില സിറ്റുവേഷനിൽ ഞാൻ ടെമ്പർ ആകുമ്പോൾ, ഞാൻ സങ്കടം വരുമ്പോൾ എൻ്റെ ഇമോഷൻസ്, എക്സ്പ്രഷൻസ് ഒക്കെ മാറാറുണ്ട്. പക്ഷെ ഐ ലവ് ടു ഡൂ ദാറ്റ്. ഈവൻ ഈ സംഭവം എപ്പോഴും എനിക്കൊരു ആഗ്രഹം ഉണ്ട്, ഓക്കെ ഞാൻ ചില്ലായിട്ട്. അപ്പൊ ചിരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഓക്കെ ശരിയാവും എന്നുള്ള ഒരു മന്ത്ര എപ്പോഴും, എവരിത്തിങ് വിൽ ബി ഓക്കെ, എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കും എന്നുള്ള രീതിയിൽ ഒരു ഓക്കെ തോട്ട് വച്ച് മുന്നോട്ട് പോവുക.
പവർ ഓഫ് സ്മൈൽ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് റിവെഞ്ച്, അതാണ് ഏറ്റവും വലിയ സ്വീറ്റ് റിവെഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്മൈലിന്റെ ഒരു പവർ ഒന്ന് വേറെ തന്നെയാണ്. അത് എല്ലാവരുടെ മുഖത്തെ ചിരി ലൈഫ് ലോങ് ഉണ്ടാവട്ടെ. ഹാപ്പി ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ട് തന്നെ ഇരിക്കുക, പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുക. കാരണം അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. ഒരു കോയിന് 2 വശം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ സന്തോഷവും സങ്കടവും ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ തീരുമാനിക്കണം എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. പ്രശ്നങ്ങളുടെ പുറകെ പോയിട്ട് സങ്കടപ്പെട്ടിരിക്കണോ, പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ചിരിമായാതെ പോകണോ എന്നുള്ളതെല്ലാം നിങ്ങൾ തീരുമാനിക്കുക. ഇറ്റ്സ് അപ് ടു യു ഗൈസ്, യുവർ ലൈഫാണ്. അപ്പോൾ അതെങ്ങനെ വേണമെന്ന് നിങ്ങളാണ് ചാർട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റിയറിംഗ് വേറൊരാളുടെ കയ്യിൽ കൊടുക്കുകയും കീ വേറൊരാളുടെ കയ്യിൽ കൊടുക്കുകയും നിങ്ങളിങ്ങനെ നമ്പായിട്ട് നിൽക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ യു വോണ്ട് ഗെറ്റ് എ ഹാപ്പി ലൈഫ്. ഓക്കെ, ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പ്രശ്നങ്ങൾ വാരിക്കോരി വരും, ബട്ട് ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അതിനുള്ള വേസും കാര്യങ്ങളെല്ലാം നോക്കുക. ഈവൻ ഞാനത് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതെന്റെ ഹൃദയത്തിലോട്ടും ചെവിയിലോട്ടും ഞാൻ എടുക്കുന്നുണ്ട്. കാരണം സം സിറ്റുവേഷനിൽ നമ്മൾ പറയില്ലേ, പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്, നമുക്ക് ചെയ്യാനാണ് പാടുന്നുള്ളത്. പക്ഷെ ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. നല്ലതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എല്ലാം ഇങ്ങനെ തച്ചുകൊടുക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ മൈൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ഒന്നിനും കൊള്ളില്ല വേണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളിലോട്ട് വരുന്ന ഒരു ഡാർക്ക്നെസ്സിനേക്കാളും 10 മടങ്ങ് പവർഫുൾ ആയിരിക്കും. എവറിത്തിങ് വിൽ ബി ഓക്കെ, ഐ വിൽ റീച്ച്, ഡെഫിനറ്റ്ലി ഐ വിൽ റീച്ച് എന്നുള്ളൊരു മന്ത്രം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ അതനുസരിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് ആരെയും ചീറ്റ് ചെയ്യാതെ ട്രസ്റ്റ് യുവർ ഓൺ കർമ്മ ആൻഡ് ഗോ ഹെഡ്. ബൈ ബൈ.